ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് കംപ്ലയിൻറ്റ് ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, പിന്നെ മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് സൈഡിലെ സിഗ്നൽ, ഫ്രണ്ടിലത്തെ ഒരു സൈഡ് ലൈറ്റ് തെളിയണില്ല, ബൾബ് പോയിട്ടുണ്ട്. പിന്നെ ബ്രേക്കൊക്കെ ഒരല്പം കുറവ്, അത് നോർമൽ സർവീസിൻ്റെ വർക്കുകളുള്ളൂ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ വണ്ടി ചെയ്യണത് 15,503 കിലോമീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയേക്കണം. 15,503 കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ അയച്ചു, ബ്രേക്ക് ലൈൻഡർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ലൈൻഡറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കണേ, പുത്തൻ ടയറാണ് കേട്ടോ. ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്റർ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. CVT ക്ലച്ചിൻ്റെ ഭാഗമാണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കൂട്ടറിനകത്ത് സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് കൂടുതലുള്ള പാർട്സുകളും എന്നാൽ ആ സൈഡിൽ താരതമ്യേന ലൂബ്രിക്കേഷൻസ് കുറവുള്ള ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ് നമ്മൾ. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നോർമൽ തേമാനമുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുണ്ട്, അതൊരല്പം തേമാനം കൂടുതൽ കാണിച്ചിട്ടുണ്ട്, പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ വീലുകൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് മാറ്റിയിട്ട് കളഞ്ഞേക്കാം. ഏകദേശം ഒരു 100 താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് യൂണിറ്റൊക്കെ അഴിച്ച് ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ ബെൽറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബെൽറ്റ് ഡ്രൈവാണല്ലോ നമ്മുടെ സ്കൂട്ടറൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് ആക്റ്റീവയുടെ ഹോണ്ടയുടെ ഒറിജിനൽ തന്നെ കിടക്കണേ ബെൽറ്റ് എടുക്കുന്നത്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബെൽറ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു, പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലച്ച് ശരിക്കും ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ആ ബുഷ്, പ്ലാസ്റ്റിക്കിൻ്റെ ബുഷൊന്നും മാറ്റിയിടാം. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ നമുക്കൊരു അടുത്ത സർവീസിലൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് തുരുമ്പിൻ്റെ പ്രസൻസൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. ഇപ്പോൾ ടൈറ്റ് കാണിച്ചല്ല, തുരുമ്പ് നമുക്കിവിടെ കാണാം, തുരുമ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി കളയാം. അപ്പോഴത്തേക്കൊക്കെ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റമുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ബൾബ് ഒരെണ്ണം പോയിട്ടുണ്ട്, ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബൾബ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നോർമൽ വർക്ക് ചെയ്യും, ഒരു സൈഡ് ഇടുമ്പോൾ ഇച്ചിരി സ്പീഡിൽ വർക്ക് ചെയ്യും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബൾബ് പോകുമ്പോൾ അതിൻ്റെ വോൾട്ട് വേരിയേഷൻ വന്നതുകൊണ്ടാണ് ആ ഫ്ലാഷ് ആ രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്തിരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേസൊക്കെ നമ്മളൊന്ന് അഴിക്കും. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് കാരണം, അതിന് ശേഷം ഫ്രണ്ട് വീലും കൂടി അഴിക്കും. ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ. ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്, വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ആയാലും ഫ്രണ്ട് ഷോക്കിൻ്റെ ഓയിലൊക്കെ ചെക്ക് ചെയ്തു, വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.97 വരെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബാറ്ററി ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വലിയ താമസമില്ലാണ്ട് ബാറ്ററി കംപ്ലയിൻസിലേക്ക് വരും, കാരണം വോൾട്ട് ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, അത്യാവശ്യം അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, ലൈഫ് കിട്ടിയിട്ടുണ്ട്. ടെസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നത് 9 വോൾട്ടിലേക്ക് വന്ന ബാറ്ററി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാറ്ററി വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻറ്റിലേക്ക് വരുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് 8.5 വോൾട്ടിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് വരും. 8.5 വോൾട്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ 9.5 വോൾട്ട് വീക്കാണ് ശരിക്കും, തൽക്കാലം അങ്ങനെ ഓർത്തേ. 8.5 വോൾട്ടിലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും, കാരണം അപ്പോഴത്തേക്കൊക്കെ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അത് നമുക്ക് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈലേജിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് BS6 മോഡൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഒക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ വർക്കുകളാണ്. അതായത് നമുക്ക് പുറമെ കാർബേറ്റർ മോഡലല്ല, നമുക്ക് ട്യൂണിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൈലേജ് നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, പ്ലഗിൻ്റെ ഭാഗം ഓക്കെയാണ്. പിന്നെ ടയർ പ്രഷർ, ടയറിൻ്റെ എയർ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻജിൻ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പോകും. അപ്പോൾ അത് നിലവിൽ നമുക്ക് മൈലേജ് നഷ്ടപ്പെടാൻ ഉണ്ടാകുന്ന കാരണങ്ങൾ ഒഴിവാക്കാമെന്നുള്ളതാണ്. ബാക്കി ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ മൈലേജ് ഷോർട്ട് വരാൻ പറയത്തക്ക ഒരു കംപ്ലയിൻസൊന്നും പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, മൈലേജ് അങ്ങനെ പെട്ടെന്ന് കുറയാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്,
പിന്നെ ഇൻഡിക്കേറ്റർ ഒന്ന് മാറാൻ്റെ, ക്ലച്ചിനകത്ത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്, വാട്ടർ സർവീസ് അടക്കം ചെയ്ത് വരുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ കേട്ടോ. ഏകദേശം നമുക്കൊരു 5:30-6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്ക്. അതിക്ക് മുമ്പ് വർക്ക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.